എടാ, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? ഞാൻ കേട്ടിടത്തോളം ആ പെങ്കൊച്ചു ഭൂലോക സുന്ദരിയാ. അതുമാത്രമല്ല, കോടാനുകോടി രൂപയുടെ സ്വത്തും. കൊട്ടാരത്തിൽ താമസിക്കാം, കാറുകളിൽ പറക്കാം. എടാ, നീ ആ കൊച്ചിനെ കെട്ടിയാലേ നമ്മൾ എല്ലാരും രക്ഷപ്പെടും. അല്ല, ഒരു ബ്ലങ്കാവ് എനിക്കൂടെ പണിഞ്ഞു തന്നാ മതി. എന്ത് ബ്ലങ്കാവ്? ബംഗ്ലാവ്. ആ, അത് തന്നെ. ഈ തവണ മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി വന്നത് രാജുവിന്റെ കല്യാണം കൂടിയിട്ട് പോകാനാ. കല്യാണം കൂടിയിട്ടേ ഞാൻ പോകും. വാ അമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. ശരി, അല്പം റെസ്റ്റ് എടുത്ത് കളയാം. എടുക്കും. ശരി, പോട്ടെ. താൻ അറിഞ്ഞില്ലേ സോമരാജ കാര്യങ്ങള്? അവൻ തന്റെ അനുജന് ജനിച്ച മോൻ തന്നെ ആണോടോ? സോറി പറഞ്ഞേ, ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊന്നുമല്ല. തന്റെ ചെറുക്ക ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അറിഞ്ഞില്ലടോ, അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ താൻ എന്നോട് ക്ഷമിക്കേ. ശരി. പ്രതാപ, ആ മന്ത്രിയാണോ വിളിച്ചത്? റോഹന്റെ വല്യച്ഛൻ? അതെ, അയാൾ ക്ഷമ ചോദിക്കായിരുന്നു. അയാൾക്ക് അറിയില്ലല്ലോ അവൻ ഇങ്ങനൊരു സ്വഭാവ വൈകൃതമുള്ളവനാണെന്ന്. എന്തായാലും ആ ബാധ ഒഴിഞ്ഞു കിട്ടിയല്ലോ. കൃത്യസമയത്ത് രാജു ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ നിന്റെ അടുത്തേക്ക് വന്നേ. എന്തേച്ചി? ഞാൻ പറയുമ്പോ നീ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചേച്ചിയോട് എന്തിനാ ഒരു തെറ്റിദ്ധാരണ? ചേച്ചി കാര്യം പറയും. ഋതികയ്ക്ക് നീ ഫ്രീഡം കൊടുത്തതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അവളുടെ വിവാഹ കാര്യത്തിൽ അങ്ങനൊരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചി, ഞാൻ അവൾക്ക് ആലോചിക്കുന്ന കല്യാണാലോചനകൾ എല്ലാം മുടങ്ങിപ്പോവല്ലേ? എന്നുവെച്ച് നീ അവളുടെ അച്ഛനല്ലേ? അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. യാമിനി പലതും പറഞ്ഞു എന്ന് വെച്ച് നിന്റെ മനസ്സ് മാറേണ്ട ഒരു കാര്യമില്ല. നിനക്ക് നിന്റേതായ സ്വാതന്ത്ര്യം ഇല്ലേ? മോളെ, നീ ഒന്ന് ഋതികേ, എന്താ എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? വിവാഹമാണോ അതോ പഠനമാണോ? കല്യാണം കഴിക്കണോ അതോ പഠിക്കാനാണോ നിനക്ക് ആഗ്രഹം? എനിക്ക് തുടർന്ന് പഠിക്കാനാച്ച ആഗ്രഹം. എന്തായാലും അവൾ രാജുവിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അതൊരാശ്വാസമാണ്.
കഴിക്കമ്മ. അയ്യോ അച്ഛൻ കഴിച്ചതായിരുന്നോ? യ്യോ, ദയവായി എന്നെ അച്ഛാന്ന് വിളിക്കല്ലേ. വേണമെന്നോ എടാന്നൊക്കെ വിളിച്ചാ മതി. തൊള്ളേ. അല്ല മരുമോളുടെ അച്ഛനല്ലേന്ന് കരുതി വിളിച്ചതാ. ഞാനേ ചൈനീസ് ഫുഡേ കഴിക്കൂ. തുടങ്ങി. എനിക്ക് ഈ ചപ്പാത്തി ഇഡലി ഒന്നും ഇഷ്ടല്ല. ആ, രാവിലെ ചില്ലി ചിക്കൻ വേണം. പൊറോട്ട എനിക്ക് മസ്റ്റാ. ഉച്ചക്ക് ചോറ്, നെമ്മീൻ മപ്പാസ്, തിരുത ഫ്രൈ, ചെമ്മീൻ പൊരിച്ചത്, ആ പിന്നെ കുറെ പച്ചക്കറിയും പിന്നെ മോരുകറിയും. ഇതെന്താ ഫുഡ് ഫാക്ടറിയോ? ഏത് കൺവെയർ വഴി ഇത് അകത്തേക്ക് പോണത്? പിന്നെ പുട്ടണഹള്ളി ഞാൻ വർക്ക് ചെയ്യുമ്പം ബാംഗ്ലൂരി വന്നിട്ട് ഞാൻ ഡിന്നർ കഴിക്കൂ. ബാംഗ്ലൂരല്ല, ബാംഗ്ലൂർ. എന്റെ നാക്കൊന്ന് ഒഴിക്കാതാ കൊച്ചേ. തന്റെ നീ കൂടുതൽ തിരുത്താനൊന്നും നോക്കണ്ട. ഏ പിന്നെ സിറ്റി എന്ന് പറഞ്ഞ ബൈക്കുള്ള സിറ്റി തന്നെ. അതെവിടെ അമ്മ? ബോംബെയിൽ. ബോംബെ അല്ല, മുംബൈ. തന്റെ പെണ്ണേ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയുള്ള ഞാൻ. നീ വെറും ഈനാച്ചി. ഈ അപകാരത്തെ എത്ര നാൾ സഹിക്കണം എന്റെ ഭഗവാനെ. ഒന്ന് സമാധാനത്തിൽ കഴിക്ക്. ഇത് ആരും ഒന്നും എടുത്തോണ്ടെന്ന് പോകത്തില്ല. വെള്ളം കുടിക്ക്. സൂക്ഷിച്ചു. എന്താ ഇത്? കുടിക്ക്. ഓഹോ. തിരുമലപ്പാളയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പം വരദരാജ മുതലിയാരായിരുന്നു എന്റെ ബോസ്. അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പം വിക്കി വിക്കി ചത്തുപോയി. വിക്കി വിക്കി ചത്തുപോയിന്നോ? അതെന്ത് മരണ? ഒരു കോഴിക്കാലെടുത്ത് ആർത്തിയോടെ അങ്ങ് വിഴുങ്ങി അങ്ങനെ ചത്തുപോയി. ഓ, കുക്കുട മരണം. ഭാഗ്യവാൻ. മറ്റൊരു ബോസ് മുരുകപ്പ ചെട്ടിയാര് ഭയങ്കരനായിരുന്നു. ഒരു ആടിനെയൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങി അങ്ങ് തിന്നും. ആ അമ്മേ. ഒന്ന് വന്നേ. മതി മതി. സത്യത്തിലേ ഈ മുണ്ടക്കലമ്മ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് നേരാണോ? അല്ല, ഇവർക്ക് എന്തായിരുന്നു ജോലി? അവര് വെറുതെ പൊങ്ങച്ചം പറയുന്നതാ. കേരളത്തിനകത്തും പുറത്തും വീട്ടുജോലിക്ക് പോവുമായിരുന്നു. ഹാ, ബെസ്റ്റ്. സെർവന്റ് ആയിരുന്നല്ലേ? ആ, അല്ല, എന്നിട്ടാണോ ഈ ഗമ? ഇവര് മുടിഞ്ഞ പാരയും കൂടിയാ. ആർക്കിട്ട് വേണമെങ്കിലും വേല വെക്കും. ഓ, കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇവര് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലെയും ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്ത് പിരിയുകയും ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന കാശ് മുഴുവന് ഡ്രസ്സ് വാങ്ങാനും മേക്കപ്പ് ചെയ്യാനുമാ ചെലവാക്കുന്നെ. ഒരാഴ്ചയിലെ 2 പ്രാവശ്യമാ ബ്യൂട്ടി പാർലറിൽ കേറുന്നെ. ബ്യൂട്ടീഷ്യന്റെ ബ്രൂട്ടീഷ്യൻ എന്നാ പറയുന്നത്. അയ്യോ, എന്തോന്നാ കൊടഞ്ഞു കൊടഞ്ഞൊരു ചിരി. ദാണ്ട ചെറുപ്പക്കാരായ പെൺപിള്ളേരിങ്ങനെ ചിരിക്കാൻ പാടില്ല, ഒടുവിൽ കരയും. രമ്യ ഒന്നെങ്കി വന്നേ. ഈ പെടുമരണത്തെ നമ്മൾ എത്ര നാൾ സഹിക്കേണ്ടി വരൂടി? മരുമോൻ ഒരു ബാധ, ഇപ്പൊ അതേ മറുബാധ. അമ്മേ, ഞാൻ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവാ. തിരിച്ചു വരുമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി. ശരി മോനെ.
രാജു മോനെ ആ പിന്നെ ചിക്കനും മട്ടനും വാങ്ങിക്കാൻ മറക്കരുത്. എനിക്ക് നോൺ വെജ് ഇല്ലാതെ ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ശരി അളിയന്റെ അമ്മേ. ആ മോനെ, ആ മന്ത്രിയുടെ മോളുമായിട്ടുള്ള വിവാഹ കാര്യത്തില് ഞാൻ ഇടപെടണോ? ഞാൻ വന്ന് മന്ത്രിയോട് സംസാരിക്കാം. അത് വേണ്ട. ആഹാ. മുണ്ടക്കൽ കൊച്ചമ്മണി എന്ന് പറഞ്ഞാലേ മന്ത്രിയുടെ മുട്ട് വിറയ്ക്കും. വിറപ്പിക്കണോ? എവനെ അത്? ഈ പടുകളവി നല്ല മൂർച്ചയുള്ളൊരു വെട്ടുകത്തിയാ. പലരെയും വെട്ടാൻ ഇവരും ഉപയോഗിക്കാം. തള്ളയെ വശത്താക്കണം. ആരും ഒരു സുഖമില്ല. രാജുനി പ്രസാദം കൂടി തൊട്ട മുഖത്തിന് നല്ല ഗ്രേസ് ആയിരിക്കും. ഏയ് വേണ്ട മേഡം, വേണ്ട. വർമ്മ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. ആ അയ്യോ രാജു, ആ എന്താ മേഡം? എന്റെ ഭാവി പരിപാടികള് ഇന്ന് അച്ഛനോട് ഞാൻ രാവിലെ സംസാരിച്ചു കേട്ടോ. ഞാൻ ഇനി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു പറഞ്ഞതുപോലെ പഠിച്ചൊരു നല്ല ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ് മേഡം, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു രാജു. ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നല്ലത് തന്നെയാ. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണക്കാരൻ രാജുവാ. എന്തായാലും ഞാൻ ഇനി പഠിക്കാൻ പോവാം. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ വിധി പോലെ ദൈവം തീരുമാനിക്കട്ടെ. എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടും എന്താ കാര്യം? മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കാനുള്ള ഭാഗ്യം കൂടി വേണ്ടേ? എനിക്കായിട്ട് ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അയാള് വരും. മനസ്സ് മാറി അയാള് വരണേന്ന് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ പറ്റൂ. മേഡം, ഞാൻ വർമ്മ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. രാജു, ഞാനും കൂടി വരാം. ശരി മേഡം. അമ്മേ, അവൻ മുറ്റത്ത് വന്നു. ആര്? ആ രാജു. എങ്ങനെയാ അമ്മേ ഓപ്പറേഷൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? വളരെ സിമ്പിൾ അല്ലേ? ആ കൺസ്ട്രക്ഷൻ കാര്യം ഇപ്പൊ വരും. ആ അവർക്ക് പ്രതാപൻ 50 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. അതിനെവിടെ 50 ലക്ഷം ഇരിക്കുന്നു? അതീന്നല്ലേ നമ്മൾ 10 ലക്ഷം അടിച്ചു മാറ്റിയത്. എടാ മണ്ട, അത് രാജു വച്ചിരിക്കുന്ന കാശല്ലേ? അവൻ കാശെടുക്കാൻ ചെല്ലുമ്പോ 10 ലക്ഷം രൂപ കുറവല്ലേ? അതെ, കുറവാ. ആ 10 ലക്ഷം രൂപ ആരടിച്ചു മാറ്റി? ആ 10 ലക്ഷം രാജു അടിച്ചു മാറ്റി. അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാശിന്ന് വേറെ ആര് 10 ലക്ഷം കൊണ്ടുപോവാനാ? അവൻ കട്ടെടുത്തു, അത്ര തന്നെ. മറ്റെന്ത് സഹിച്ചാലും മോഷണം അത് പ്രതാപൻ ഒരിക്കലും സഹിക്കില്ല. കള്ളനായ രാജുവിനെ
പ്രതാപൻ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിക്കറ്റ് വീഴും. പിന്നെ അടുത്ത വിക്കറ്റ് ആ ദിവ്യയുടേതല്ലേ? ഹ, അത് LBW അല്ലേ അമ്മേ? അതിനുള്ള പ്ലാൻ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. അമ്മ ഒരു ശകുനിയാണെന്ന് അമ്മ തന്നെയല്ലേ പറയാറുള്ളത്? ശകുനി മാത്രമല്ലടാ, ശകുനിയും മന്ദരയും കൂടി ചേർന്നതാ. നമ്മുടെ നാട്ടിൽ പണിയുന്ന ഹോസ്പിറ്റൽ അല്ലേ സാർ? അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസും വേണമെന്ന ആശയം കൊണ്ടുവന്നത് തന്നെ വർമ്മ സാറാണ്. എക്യുപ്മെന്റ്സ് എല്ലാം വേണമെന്നൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷെ അതിനുവേണ്ടി ആരാ പണം മുടക്കുന്നേ? അതിന് വർമ്മ സാർ തയ്യാറായില്ലേ? രൂപ 1-2 അല്ല, 50 ലക്ഷമാ സാർ ഡൊണേഷൻ ആയിട്ട് തരുന്നത്. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവന് വട്ടാണ് 50 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ. ഈ വല്യമാവനൊരു SP യാ. SP യോ? അതെന്തോന്ന്? SP എന്ന് പറഞ്ഞ സ്വയം പൊങ്ങച്ചക്കാരൻ. അങ്ങനെയൊന്നുമല്ല. എന്നാലും ഇതൊരു കടുങ്കയ്യ. 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഞാൻ തരുന്ന തുക എന്റെ കുടുംബമായ ഈ ഹോസ്പിറ്റലിൽ നാട്ടുകാർക്ക് പ്രയോജനപ്പെടണം. സാറേ, ഇവരൊക്കെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാര്. പൊതുജനങ്ങളോടുള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇതൊക്കെ. അല്ല, ശേഖർ സാർ എന്താ മിണ്ടായിരിക്കുന്നേ? അത് ഏട്ടനോടുള്ള റെസ്പെക്ട് ഉണ്ടാ, മനസ്സിലായില്ലേ? ചേട്ടൻ സംസാരിക്കുമ്പോ ഞാൻ ഇടയ്ക്കേറി ഒന്നും പറയാറില്ല. ഏട്ടൻ ചെയ്യുന്ന ശരികളിലൊക്കെ അഭിമാനിക്കാറേ ഉള്ളൂ. ഇതാ ചായ. ഓ, അവതരിച്ചു വീട്ടിലെ വിളക്ക്. ഈ വീട്ടിൽ കയറി വരുന്ന എല്ലാ അലവലാദികൾക്കും ചായ. കുടുംബഭരണം ഇവർക്കാണ് തെളിയിക്കാനുള്ള അടവായത്. കുടുംബഭരണം ഇവൾക്കോ? ഈ കുടുംബം ഭരിക്കുന്നതേ ഞാനാ. അംബിക വർമ്മ ഈ ഭവനത്തിന്റെ ഐശ്വര്യം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിലേ നമ്മൾ മുന്നിലേക്ക് ചെല്ലണം. നീ വാ. ചേച്ചി അറിയില്ലേ? അറിയാം, ഞാൻ ഇന്നലെ കണ്ടിരുന്നു. വർമ്മ സാറിനോടും സാറിന്റെ കുടുംബത്തിനോടുള്ള നന്ദി ഈ നാട്ടിലുള്ളവർ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോ ശേഖർ സാറിനെ കണ്ടില്ല. ഞാൻ കുറച്ചു ദിവസം നെല്ലിയാമ്പതിയിലായിരുന്നു. നെല്ലിയാമ്പതിയിൽ ഞങ്ങൾക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. ശേഖരൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. വരുന്നുണ്ട്. തോളോട് തോളുനിമയുള്ളവളുടെ വരവ് കണ്ടില്ലേ? അടക്കൊതുക്കില്ലാത്ത പെണ്ണ്. ലൈസൻസ് കിട്ടിയതിന്റെ അഹങ്കാരം അമ്മേ. രാജു, സാർ, ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് എടുത്ത് വെച്ചിട്ടില്ലേ? ഉണ്ട് സാർ.
എങ്കിൽ വേഗം അത് എടുത്തിട്ട് വാ. ശരി സാർ. അങ്ങനെ ഒരാള് കൂടി കള്ളനായി. കള്ളൻ ജയിലിലും ആകും. ക്യാഷ് കുറവാണല്ലോ. എന്താ രാജു? മാഡം 50 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം കാണാനില്ല. കാണാനില്ലെന്നോ? ആ